ഗൈസ് അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ദേവ് അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ പറയണ്ട കേട്ടോ. ദേവ് പറയണത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അടി കിട്ടും. അപ്പോൾ ദേവ് പറഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കാം. അവൾ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് പോകുന്നുണ്ട്, അതിങ്ങനെ പറഞ്ഞ് കാണിച്ചു തരും. അപ്പം ഞാൻ ഇൻട്രോ പറയുമ്പോൾ കണ്ണേട്ടൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ കണ്ണേട്ടനോട് എന്തിനാണ് ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കണ്ണേട്ടൻ ഒരു പുഞ്ചിരി മാത്രം പാസ്സാക്കി എന്നെ നോക്കി അവിടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. വേറെ ഒന്നല്ല, ഇത് ചേച്ചീൻ്റെ മോളാണ്. അപ്പോൾ ഓൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഓൾ ഇന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ള പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം. അപ്പം 2 വണ്ടിക്ക് കേട്ടോ ഞങ്ങൾ പോണ്. ഞങ്ങൾ പോണ വഴിയിൽ ഒരു ആമേനെ കണ്ടോ ആമ, ഒരു കുഞ്ഞ് ആമ കേട്ടോ. ഞങ്ങളതിനെ കുറേ നേരം നോക്കി. അതാണെങ്കിൽ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചിരിക്കുക, ഒന്നും അനങ്ങണമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ പോവാം. 2 വണ്ടിക്ക് കേട്ടോ പോകണം. മാമനും മോളും ഒരു വണ്ടിക്ക്, ഞാനും എൻ്റെ മോളും ഒരു വണ്ടിക്ക്. ഞങ്ങളങ്ങനെ പോകും. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അതിന് ആരുമില്ല, ആൾക്കാരൊക്കെ കുറവാട്ടോ, റോട്ടുമ്പോൾ വണ്ടിയും കുറവാണ്. അപ്പം ഞങ്ങൾ പോവാം. പിന്നെ ദൈവം ഇങ്ങനെ കാര്യമായിട്ട് നോക്കണത് കണ്ണേട്ടൻ ക്യാപ്പ്, തലയിലുള്ള ക്യാപ്പ് തിരിച്ചിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് വണ്ടി നിർത്തിച്ച് ദൈവം ആ ക്യാപ്പ് ശരിക്കും ഇട്ട് കൊടുത്ത്, ശരിക്കല്ല ഇട്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡാറ്റൂടെയിലെത്തി ഗൈസ്. അങ്ങനെ ഞാൻ ശ്രീമോളും ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോകണം. അപ്പോൾ അവിടെ കുറച്ച് മീനൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാർമൂർ എന്ന് പറഞ്ഞൊരു മീനൊക്കെ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ആ പേരേ കേൾക്കണം. നിങ്ങളാരെയും കേട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഞങ്ങൾ ഇനി ടേബിളിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ മിറർ കണ്ടപ്പോൾ വെറുതെ ഒരു ഷോ ഓഫ്, വെറുതെ കുറച്ച് വടയൊക്കെ പൊട്ടിച്ച് ശ്രീമോളൊന്ന് ട്രോളി. ദേവു അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് കണ്ട്. അങ്ങനെ ദേവു വെള്ളം കുടിക്കാൻ നിന്നപ്പോഴത്തേക്ക് ദേവുവിൻ്റെ കൈ പൊള്ളിപ്പോയി ഗൈസ്. അത് കണ്ടിട്ട് ശ്രീമോള് പറയത് കണ്ടിട്ട് എന്താ ചെയ്യുക, കുട്ടി റിപ്പീറ്റ് ചെയ്ത് ബോധമൊക്കെ പോയി തോന്നുന്നുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് കണ്ണേട്ടനൊക്കെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ദേവു ആണെന്നുണ്ടെങ്കിൽ എന്താ ഒന്നും വരാത്തതെന്ന് നോക്കുക, പാവം കുട്ടി. അപ്പോൾ ഓള് പിന്നെ ലാസ്റ്റ് വെള്ളം എന്നുള്ള രൂപത്തിൽ പാവം കുട്ടി വെള്ളം എടുത്ത് കുടിക്കും. ശ്രീമോക്കാണെന്നുണ്ടെങ്കിൽ വിശന്നിട്ടും വയ്യ, മുഖമൊക്കെ കൂടിയാകും. ഇപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാമെന്നുള്ള രൂപത്തിൽ ഞങ്ങൾ വന്നതാണ്. പക്ഷേ ഞങ്ങൾ വന്ന് ആരും ഒന്നും തന്നില്ല കൈസ്. ഞങ്ങൾക്ക് ഓർഡറൊക്കെ എടുത്ത് പോയി. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് അടുത്തുള്ള ടേബിളിലുള്ളവരൊക്കെ നോക്കണ്ട കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യില്ലേ, കാരണം ഞങ്ങളെ സന്തോഷം അത്ര വിചാരിച്ചുള്ളൂ. അങ്ങനെ ദേവ് പറഞ്ഞ് ദേവിനുള്ള ഫുഡ് ദേവ് ഓർഡർ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ദേവിന് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ദേവ് പറയാം ഒക്കെ ഐസ്ക്രീമോ മതിയെന്ന്. അങ്ങനെ ദേവ് എന്ത് ചെയ്തു, ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്ത്. പിന്നെ അപ്പുറത്തെ ടേബിളിൽ ഒരു കുഞ്ഞു കുട്ടീൻ്റെ. അപ്പോൾ ദേവ് ആ കുട്ടീനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഓരോ കുറുമ്പും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ള രൂപത്തിൽ നിൽക്കുക. അങ്ങനെ ഫുഡ് കിട്ടാഞ്ഞിട്ട് ശ്രീമോൾ അടുത്തുള്ള ടേബിളിലൊക്കെ നോക്കി, ഫുഡൊക്കെ ഉണ്ട്, ഓർക്കൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് കിട്ടണില്ലല്ലോ എന്നുള്ള സങ്കടത്തിലിരിക്കുകയാണ് ശ്രീമോള്. പാവം കുട്ടി ഭയങ്കര വിശന്ന് വന്നതാണ്, പക്ഷേ കിട്ടിയില്ല. പക്ഷേ ദേവുവിൻ്റെ ഐസ്ക്രീം എത്തി ഗൈസ്. അപ്പം ഞങ്ങൾ അച്ഛനയിന്ന് നട്ട്സ് എടുത്ത് ശ്രീമോൾ കൊടുത്ത്, എനിക്ക് മാത്രം നട്ട്സ് തന്നില്ല. അപ്പം ഞാനിങ്ങനെ പറയ്ക്ക് തരാതെ തന്നില്ലേ, എനിക്ക് തരാതെ നിങ്ങൾ രണ്ടാളും എടുത്തില്ലേ എന്ന് പറഞ്ഞു. ഞാനും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അതിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ദേവിക്ക് തരും കേട്ടോ. ശ്രീമോൾ നട്ട്സ് എടുത്ത് എനിക്ക് തന്ന്. പിന്നെ ഞാൻ ദേവിനോട് ചോദിച്ച് ദേവിക്ക് ഐസ്ക്രീം തരും മിസ്. കുറേ നേരം ചോദിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഐസ്ക്രീം ചോദിച്ചതിന് ദേവു ഞാനെടുത്ത് കഴിച്ചതിന് എന്നോട് തെറ്റും. കുറേ നേരം ചോദിച്ചിട്ടാണ് ദേവിക്ക് ഐസ്ക്രീം കണ്ടോ. ഞാനത് കഴിച്ച്, ഭയങ്കര തണുപ്പായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ശ്രീമോളും കഴിച്ച്. ദേവ് തെറ്റിയിരിക്കുക. കൊടുത്തപ്പോൾ സന്തോഷമായി. കണ്ണേട്ടൻ ഞങ്ങൾ വാങ്ങി കഴിച്ചതിന് ഞങ്ങളെ കളിയാക്കി കണ്ട് കണ്ണേട്ടനും ദേവുവിൻ്റെ അടുത്ത് മേടിച്ച് കഴിച്ച്. അങ്ങനെ ഞങ്ങളും പിന്നെ എന്താ ഫുഡ് വരാത്തതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കണേ. സൂപ്പ് എത്തി ഗൈസ്. സൂപ്പ് എത്തി, ഞങ്ങളത് കുടിച്ച് ഞങ്ങളെ ഫുഡ് വന്നു. പക്ഷേ ഫുഡ് മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കൊണ്ടുപോയി. പിന്നെ സോറി പറഞ്ഞിട്ട് സോറി മാറിപ്പോയി, നിങ്ങൾ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് യുദ്ധം തുടങ്ങി കഴിച്ച് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. കുറച്ച് ജീരകമിഠായിയൊക്കെ അവിടെ നിന്നെടുത്ത് ഞങ്ങളിനി യാത്ര തിരിക്കാം. റോട്ടിലൊരു വണ്ടിയില്ല കേട്ടോ. നല്ല ലേറ്റായി, അധികം ലേറ്റൊന്നും ആയില്ല. അങ്ങനെ ഞങ്ങൾ പോവാം. പിന്നെ കുറച്ച് സ്പീഡ് പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലെ എണ്ണ തീരാനായോ എന്നൊരു സംശയം ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടി. ഞാൻ അഥവാ എങ്ങാനും പെട്ടുപോയാലോ വെച്ചിട്ട് കുറച്ച് സ്പീഡ് ഞങ്ങൾ കൂട്ടി ഗൈസ്. അങ്ങനെ ശ്രീമോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കമൻറ്റൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ചിരിക്കുന്നുണ്ട്. പോക്കരുന്ന് കുറച്ച് ജീരകമിഠായിയൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണേട്ടൻ്റെ മോള് ഞങ്ങളെ ബാക്കിലുണ്ട്. ഞങ്ങളും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ പോവാണ്. അമ്മ വന്ന് ഞങ്ങൾക്ക് ഡോറ് തുറന്നു തരും ഗൈസ്. അമ്മ ഞങ്ങളെ കാത്തിരിക്കുന്നു കേട്ടോ. അമ്മേനെയും അമ്മമ്മേനെയും കൊണ്ടുപോയില്ല. അങ്ങനെ അമ്മയ്ക്ക് ഞങ്ങൾ ആ ഫുഡ് കൊടുത്ത് അമ്മ
ഫുഡ് മേടിച്ച്. അപ്പോൾ അതിലൊരു മറ്റേ നമ്മളെ റൊട്ടി ഉണ്ടായിരുന്നു. ആ റൊട്ടി കണ്ടിട്ട് അമ്മ ചോദിക്കുന്നത് എന്താ സംഭവം. അമ്മ അങ്ങനത്തെ റൊട്ടി കഴിച്ചില്ല. പുറത്തത്തെ ഫുഡൊക്കെ അമ്മ കഴിക്കൂട്ടെ, പക്ഷെ അങ്ങനത്തെ റൊട്ടി അമ്മ ഇപ്പോഴാണ് കാണുന്നത്, ഐ മീൻ കഴിക്കണത്. അപ്പോൾ അമ്മ അതിങ്ങനെ ചോദിക്കുക. അങ്ങനെ അമ്മയ്ക്കും തീരെ ക്ഷമയില്ല. അമ്മ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് അമ്മയും അവിടെ നിന്ന് തന്നെ കഴിക്കുക. അമ്മുമ്മേനെ വിളിച്ചിട്ട് അമ്മുമ്മ എണീറ്റതുമില്ല. അപ്പോൾ കഴിഞ്ഞു ഗൈസ്. താങ്ക് യു.